രണ്ടാം ദിവസവും ഫലം കാണാതെ വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവ ദൗത്യം. ഇന്ന് പുലർച്ചെ ഒരു ആടിനെ കൂടി കടുവ പിടികൂടി. ഇന്ന് രാത്രിയും പട്രോളിംഗും ആകാശ നിരീക്ഷണവും വനം വകുപ്പ് തുടരും. വനം വകുപ്പിന്റെ പട്രോളിംഗ്, ഡ്രോൺ നിരീക്ഷണം, കുങ്കിയാനകൾ എല്ലാം സജ്ജം. ഇതിനിടയിൽ വീണ്ടും പുലർച്ചെ കടുവയെത്തി. അമരക്കുനിയുടെ 1 കിലോമീറ്റർ മാത്രം അപ്പുറത്തുള്ള ദേവർഗദ്ദ തുപ്ര റോഡിൽ കേശവന്റെ കറവയുള്ള ആടായിരുന്നു ഇര. കടുവയെ നേരിട്ട് കണ്ടതിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല കേശവനും ഭാര്യ സുലോചനയ്ക്കും. കിടന്നുമ്പോൾ ശബ്ദം കേട്ടു, പൊട്ടപ്പൊട്ടോന്ന് ശബ്ദം കേട്ടു. അത് പെണ്ണുങ്ങൾ പറഞ്ഞു അത് കടുവ വന്നിട്ട് തോന്നുന്നു ആടിനെ പിടിച്ചു എന്ന് പറഞ്ഞു. അന്നേരം ചാടി ഇറങ്ങി, നമ്മൾ ഇവിടെ എത്തി. കടുവ ആടിനെ പിടിച്ചു, അവിടെ നിന്ന് പിടിച്ചിട്ട് അല്ല ചേട്ടനെ അല്ലെങ്കിൽ ഇത് കടുവയുടെ പുറകെ ഓടിപ്പോയി എന്താക്കുമെന്ന് ഓർത്ത് ഞാൻ ഓടി ഇറങ്ങി അവിടെ ചെന്നിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നു മാവിന്റെ അവിടുന്ന്. ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്ന ചെതലത്ത് റേഞ്ച് ഓഫീസർ രാജീവിന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് സംഘം ഉടനെത്തി കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചു. കൂടിന്റെ തൊട്ടടുത്ത് വരെ കടുവയെത്തി. കടുവ കേബിളിൽ തട്ടിയതോടെ കൂട് അടഞ്ഞു. പകൽ സമയത്ത് ഇത് ടോട്ടലി ഇനാക്റ്റീവ് ആണെന്ന് തന്നെ പറയാം. നമ്മുടെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലും ഇന്ന് പുലർച്ചെ, അതായത് വെളുപ്പാവുന്നതിന് മുമ്പ് ഇതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ടൈഗർ ഈ 2 കിലോമീറ്റർ ചുറ്റുപ്രദേശത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ തീർച്ചപ്പെടുത്താൻ കഴിയും. ദൗത്യം തുടരുന്നതിനാൽ ഇന്ന് അമരക്കുനി മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 24 വയനാട്.